ദൈവനാമത്തിന് മഹത്വം. സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പുതിയ ബൈബിൾ ക്വിസിൻ്റെ ഒരു ട്രയൽ ക്വസ്റ്റ്യൻ പോലെയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനായിട്ട് ശ്രമിക്കുക. അവസാനമായി കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, ആ ഉത്തരം നിങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുക. ശരി ഉത്തരം അയക്കുന്നവരുടെ പേര് നാളെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതുപോലെ ശരി ഉത്തരവും നാളെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ട്രയൽ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ഇതെല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യത്തെ ചോദ്യം, മുന്തിരിപ്പഴം പറിക്കുന്നത് ഏത് കാലം വരെ നിൽക്കും? ഓപ്ഷൻ എ വേനൽക്കാലം, ഓപ്ഷൻ ബി വിതകാലം, ഓപ്ഷൻ സി ശീതകാലം. ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുവാനുള്ള സമയമാണ്. നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി വിതകാലം. ലേവ്യ പുസ്തകം 26:5. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. യോസഫ് ഏത് കാലത്തിന് ശേഷമാണ് ഫറവോൻ്റെ ഗ്രഹക്കാരോട് എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിച്ചത്? ഓപ്ഷൻ എ വിലാപകാലം, ഓപ്ഷൻ ബി ശുദ്ധീകരണകാലം, ഓപ്ഷൻ സി ദുഃഖകാലം. ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുവാനുള്ള സമയമാണ്. നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ വിലാപകാലം. ഉൽപ്പത്തി 50:4-5 വാക്യങ്ങൾ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. യാക്കോബ് ഫറവോനോട് തൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം പറയുന്നതായി നാം വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ യാക്കോബിൻ്റെ പരദേശ പ്രയാണം എത്ര സംവത്സര കാലമാണ്? ഓപ്ഷൻ എ 130 സംവത്സരം, ഓപ്ഷൻ ബി 150 സംവത്സരം, ഓപ്ഷൻ സി 120 സംവത്സരം. ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 130 സംവത്സരം. ഉൽപ്പത്തി 47:9. അടുത്ത ചോദ്യം ഇതാണ്. ഏത് കാലം വരും മുൻപെയാണ് യോസഫിന് 2 പുത്രന്മാർ ജനിച്ചത്? ഓപ്ഷൻ എ വേനൽക്കാലം, ഓപ്ഷൻ ബി ക്ഷാമകാലം, ഓപ്ഷൻ സി മഴക്കാലം. ഇതിനും ഉത്തരമറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുവാനുള്ള സമയമാണ്. നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ക്ഷാമകാലം. ഉൽപ്പത്തി 41:50. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. യാക്കോബ് റാഹേലിനു വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയെങ്കിൽ അവൻ അവളെ സ്നേഹിക്കൊണ്ട് അതവന് ഏത് കാലം പോലെയാണ് തോന്നിയത്? ഓപ്ഷൻ എ ദീർഘകാലം, ഓപ്ഷൻ ബി കഷ്ടകാലം, ഓപ്ഷൻ സി അല്പകാലം. ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അല്പകാലം പോലെ. ഉൽപ്പത്തി പുസ്തകം 29:20. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മോശയുടെ മകനായ ഗെർശോമിൻ്റെ മകൻ യോനാഥാനും അവൻ്റെ പുത്രന്മാരും ഏത് കാലം വരെ ദാൻ ഗോത്രക്കാർക്ക് പുരോഹിതന്മാരായിരുന്നു? ഓപ്ഷൻ എ ഏറിയ കാലം, ഓപ്ഷൻ ബി പ്രവാസകാലം, ഓപ്ഷൻ സി ദീർഘകാലം. നിങ്ങൾക്ക് ഉത്തരം കമൻറ്റ് ചെയ്യുവാനുള്ള സമയമാണ്. നമ്മുടെ ഉത്തരം ഇതാണ്. ഓപ്ഷൻ ബി പ്രവാസകാലം. ന്യായാധിപന്മാരുടെ പുസ്തകം 18:30 വാക്യം. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദാവീദ് ഫെലിസ്ത്യ ദേശത്ത് പാർത്ത കാലം എത്രയാണ്? ഓപ്ഷൻ എ 1 ആണ്ടും 4 മാസവും, ഓപ്ഷൻ ബി 1 ആണ്ടും 3 മാസവും, ഓപ്ഷൻ സി 2 ആണ്ടും 4 മാസവും. നിങ്ങൾക്ക് ഉത്തരം കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഉത്തരം വരുന്നത് 1 ആണ്ടും 4 മാസവും. 1 ശമൂവേൽ 27:7. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. ശൗലിൻ്റെ ഗ്രഹവും ദാവീദിൻ്റെ ഗ്രഹവും തമ്മിൽ എത്ര കാലം യുദ്ധം നടന്നു? ഓപ്ഷൻ എ ദീർഘകാലം, ഓപ്ഷൻ ബി ജീവകാലം, ഓപ്ഷൻ സി ആയുഷ്കാലം. ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഉത്തരം വരുന്നത്
ഓപ്ഷൻ എ ദീർഘകാലം. 2 ശമൂവേൽ 3-ാം അധ്യായം 1-ാം വാക്യം. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: ദാവീദ് ഇസ്രയേലിൽ വാണ കാലം എത്രയാണ്? ഓപ്ഷൻ എ 45 സംവത്സരം, ഓപ്ഷൻ ബി 40 സംവത്സരം, ഓപ്ഷൻ സി 50 സംവത്സരം. ഇതിൻ്റെയും ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഓട്ടാളനേക്കാൾ വേഗം പോകുന്നത് എന്താണ്? ഓപ്ഷൻ എ കൊയ്ത്തുകാലം, ഓപ്ഷൻ ബി ആയുഷ്കാലം, ഓപ്ഷൻ സി ദീർഘകാലം. ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം ഇതാണ്: ഇയ്യോബിനെ പിടിച്ചിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ സന്തോഷകാലം, ഓപ്ഷൻ ബി കഷ്ടകാലം, ഓപ്ഷൻ സി വ്യസനകാലം. ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം ഇതാണ്: ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുകയാൽ ഏത് കാലം വരെ സുഖമായി വസിക്കും? ഓപ്ഷൻ എ സദാകാലം, ഓപ്ഷൻ ബി ശുഭകാലം, ഓപ്ഷൻ സി ആയുഷ്കാലം. നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം ഇതാണ്: സാമർഥ്യമുള്ള ഭാര്യ ഏത് കാലത്തെ ഓർത്താണ് പുഞ്ചിരിയിടുന്നത്? ഓപ്ഷൻ എ ഭാവികാലത്തെ ഓർത്ത്, ഓപ്ഷൻ ബി ബഹുകാലത്തെ ഓർത്ത്, ഓപ്ഷൻ സി ദുഃഖകാലത്തെ ഓർത്ത്. ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഉത്തരം അയയ്ക്കുക. അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഉത്തരങ്ങളും ആദ്യം ഉത്തരം അയച്ചവരുടെ പേരും പ്രസിദ്ധീകരിക്കുന്നതാണ്.